നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ അതിശക്തമായ നീക്കത്തിലേക്ക് കടക്കുകയാണ് ഇസ്രയേൽ. വീണ്ടും അതിനെല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് അമേരിക്ക പിന്നിലുണ്ട്. ഇപ്പോൾ വലിയ ആയുധ സഹായമാണ് ഇസ്രയേലിലേക്ക് അമേരിക്ക ഒഴുക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ബൈഡന്റെ കാലത്ത് തടഞ്ഞു വെച്ചിട്ടുള്ള പല സഹായങ്ങളും ഇപ്പോൾ ട്രംപ് കൈ അയച്ച് സഹായിക്കുകയാണ് ഇസ്രയേലിന് വേണ്ടി. വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. യുദ്ധത്തിന് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്നത് ട്രംപാണ് എന്നുള്ള തരത്തിൽ വിവാദങ്ങൾ കത്തിക്കയറുകയാണ്. 20,000-ലധികം അമേരിക്കൻ നിർമ്മിത അസാൾട്ട് റൈഫിളുകൾ ഇസ്രയേലിന് വിൽക്കാനുള്ള കരാറാണ് പുതുതായി ഇപ്പോൾ വരാൻ പോകുന്നത് എന്നാണ് വിവരങ്ങൾ. ട്രംപ് സർക്കാർ ഇതുമായി മുന്നോട്ട് നീങ്ങുകയാണ് എന്നും ഒരിഞ്ച് ഈ വിഷയത്തിൽ പിന്നോട്ടേക്ക് പോകാൻ സാധ്യതയില്ലെന്നും വലിയ വിമർശനങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും കരാറിൽ ഒപ്പുവെക്കാൻ തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേലുമായുള്ള ഈ തോക്കിടപാടുമായി മുന്നോട്ടു പോകാൻ ജോ ബൈഡൻ ഭരണകൂടം താൽപ്പര്യം കാണിച്ചിരുന്നില്ല. ആയുധങ്ങൾ പലസ്തീനിൽ താമസിക്കുന്ന ഇസ്രയേലി പൗരന്മാരുടെ കൈകളിലേക്ക് എത്തുമെന്നും അവർ അത് ദുരുപയോഗം ചെയ്തേക്കും എന്നുള്ള ആശങ്ക മുൻനിർത്തിയാണ് ഈ തോക്ക് കച്ചവടം ബൈഡൻ സർക്കാർ വൈകിപ്പിച്ചത്. ഇതാണിപ്പോൾ ട്രംപ് നടപ്പിലാക്കാൻ പോകുന്നത്. അതായത് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും നിലപാട് ഒന്ന് തന്നെയാണ്. ഗാസ മുഴുവനായും പിടിച്ചെടുക്കുക എന്ന നീക്കത്തിലേക്ക് ഇസ്രയേൽ കടക്കുമ്പോൾ മാരകശേഷിയുള്ള ആയുധങ്ങളും തങ്ങൾക്ക് വേണം എന്നുള്ള നിലപാടിൽ ഇസ്രയേൽ എത്തിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ പക്കൽ തന്നെ അതിമാരകമായ ആയുധങ്ങളുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ ട്രംപ് ഇവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നത്. ഇതിനു മുൻപും ട്രംപ് ബൈഡൻ തടഞ്ഞുവെച്ച ആയുധങ്ങൾ ഇസ്രയേലിൽ എത്തിച്ചിരുന്നു. തോക്ക് വിൽപ്പനയ്ക്കായുള്ള $24 മില്യൺ, അതായത് ഏകദേശം 205,27,57,200 രൂപയുടെ ഇടപാടിനെക്കുറിച്ചുള്ള അറിയിപ്പ് മാർച്ച് 6-ാം തീയതി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കൻ കോൺഗ്രസിന് അയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തോക്കുകളുടെ അന്തിമ ഉപയോക്താവ് ഇസ്രയേലി നാഷണൽ പോലീസ് ആയിരിക്കുമെന്നാണ് ഈ അറിയിപ്പിൽ പറയുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗമായ ഇസ്രയേലിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിറാണ് ഇസ്രയേലി പോലീസ് സേനയുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഒക്ടോബർ 7-ലെ ആക്രമണങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് 2023 നവംബറിൽ ദി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തതുപോലെ സിവിലിയൻ സുരക്ഷാ സ്ക്വാഡുകൾക്ക് ആയുധം നൽകുന്നതിന് അദ്ദേഹത്തിൻ്റെ മന്ത്രാലയം മുൻഗണന നൽകിയിട്ടുണ്ട്. ബെൻഗുറിന്റെ നേതൃത്വവും നയങ്ങളും എല്ലാം എല്ലാ കാലത്തും വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവയാണ്. അറബ് വിരുദ്ധ പ്രവർത്തനത്തിന് പേരുകേട്ട ആളുകൂടിയാണ് ഇറ്റാമർ ബെൻഗുർ. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നീണ്ട കുറ്റാരോപണങ്ങളുടെ ചരിത്രം വരെയുണ്ട്. വംശീയതയെ പ്രകോപിപ്പിക്കൽ ഉൾപ്പെടെ കുറഞ്ഞത് 8 കേസുകളെങ്കിലും ബെൻഗുറിന്റെ മേലുണ്ടെന്നാണ് വിവരങ്ങൾ. അക്രമവും വംശീയവുമായ പ്രത്യയശാസ്ത്രം കാരണം നിരോധിക്കപ്പെട്ട കാച്ച് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്ര പിൻഗാമിയായി ബെൻഗുറിന്റെ പാർട്ടിയായ ഓഡ്സ്മ യഹൂദിറ്റ് കണക്കാക്കപ്പെടുന്നു. ദേശീയ സുരക്ഷാ മന്ത്രി എന്ന നിലയിൽ ബെൻഗ്വിർ ഇസ്രയേലിന്റെ തോക്കുടമസ്ഥാവകാശ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ പൊതു ഇടങ്ങളിൽ നിന്ന് പലസ്തീൻ പതാകകൾ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും പ്രവൃത്തികളും വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടുള്ളവയാണ്. പലരും അവയെ വംശീയവും പ്രകോപനപരവുമായാണ് മുദ്ര കുത്തിയിട്ടുള്ളത്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള വമ്പൻ ആയുധ കരാറുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ ഇടപാടാണ് ഈ തോക്ക് വിൽപ്പനയുടേതെങ്കിലും അതിൻ്റെ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ബൈഡൻ ഭരണകൂടം ആ പദ്ധതിയുമായി പിന്നീട് സഹകരിക്കാതിരുന്നത്. മാത്രമല്ല, ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ടിരുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ ബൈഡൻ ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പലസ്തീനികൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇത്. പക്ഷേ ഇതെല്ലാം അവഗണിച്ചും തിരുത്തിയുമായിരുന്നു ട്രംപ് ഭരണകൂടം ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ പുണ്യാളന്റെ വേഷം ധരിച്ച ട്രംപ് പക്ഷേ ഗാസ യുദ്ധത്തിൽ ഇടപെട്ടതോടെ ആ നല്ല പരിവേഷം അങ്ങ് അവസാനിച്ചു എന്നാണ് ട്രംപിനെ വിമർശിക്കുന്നവർ പോലും പറയുന്നത്. കാരണം യുദ്ധത്തിന് മൂർച്ച കൂട്ടാനും വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കാനുമൊക്കെ ഒരേ സമയത്താണ് ട്രംപ് കരുക്കൾ നീക്കിയത്. ഇതിലും നന്നായി ട്രംപിൻ്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കാനാകില്ല എന്നാണ് ഇറാൻ വിമർശിച്ചിരിക്കുന്നത്. ഇസ്രയേലുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ഹമാസിനെതിരായ യുദ്ധത്തിൽ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് സംഘർഷത്തിൽ അമേരിക്ക ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടമെന്ന് ഇപ്പോൾ അറബ് രാജ്യങ്ങളും വിമർശിക്കുന്നുണ്ട്.
ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കളുടെ ആശങ്കകൾക്കിടയിലും മനുഷ്യാവകാശ ആശങ്കകൾ കാരണം വിൽപ്പന തടയാനുള്ള പ്രമേയങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കൻ സെനറ്റ് അടുത്തിടെ ഇസ്രയേലിന് $8.8 ബില്യൺ ആയുധ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. അതേസമയം തന്നെ മറ്റൊരു വിഷയം, ഗാസ മുനമ്പിൽ നിന്ന് പലസ്തീനികളെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേൽ ഒന്നിലധികം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ പുതിയ ആക്രമണത്തെ ന്യായീകരിച്ച ഉദ്യോഗസ്ഥൻ 59 പേരെ ഇപ്പോഴും ബന്ദികളാക്കിയിട്ടുള്ള ഹമാസുമായുള്ള നിലപാടിൽ ഇതുവരെ ഒരു മാറ്റവുമില്ലെന്നും വ്യക്തമാക്കി. ഇതിനു പുറമെ തുർക്കിയുമായുള്ള സംഘർഷങ്ങൾ, അമേരിക്ക പുറപ്പെടുവിച്ച പുതിയ താരിഫുകൾ, ഗാസയിലെ യുദ്ധക്കുറ്റങ്ങൾക്ക് ഇസ്രയേലി ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ശ്രമം എന്നിവയെക്കുറിച്ചും മുതിർന്ന ഉദ്യോഗസ്ഥൻ സംസാരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഗാസ മുനമ്പ് ഏറ്റെടുത്ത് എല്ലാ പലസ്തീനികളെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക സജീവമായി പ്രവർത്തിക്കുന്നില്ലെന്ന് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇസ്രയേൽ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായാണ് കാണുന്നതെന്നും നിരവധി രാജ്യങ്ങൾക്ക് അതിൽ താൽപ്പര്യമുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഗാസയിലെ ജനങ്ങളെ അവരുടെ മണ്ണിൽ തുടരാൻ അനുവദിക്കണമെന്ന് വാദിച്ചുകൊണ്ട് പലസ്തീനികളെ സ്വീകരിക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അഭ്യർത്ഥനകൾ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ശക്തമായി നിരസിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിൽ അത്തരമൊരു സംരംഭം അനുവദിക്കുന്നത് സംഘർഷം അവരുടെ അതിർത്തികളിലേക്ക് എത്തിക്കുമെന്ന് ഈ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. കൂടാതെ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ, ഈജിപ്ത്, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഗാസയുടെ യുദ്ധാനന്തര മാനേജ്മെന്റിൽ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി ദുരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള പാത സൃഷ്ടിക്കുന്നതിന് ഇസ്രയേൽ പലസ്തീനുമേലുള്ള അവകാശങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഈ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലൊക്കെ അറബ് രാജ്യങ്ങൾ വലിയ വിമർശനങ്ങളുമൊക്കെയായി രംഗത്തേക്ക് വരുമ്പോഴും ഗാസയിൽ ശക്തമായ സൈനിക നടപടി തുടരാൻ തന്നെയാണ് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു അതിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ആകട്ടെ ഗാസയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കാൻ സൈനിക നടപടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാങ്കുകൾ പല മേഖലകളിലേക്കും ഗാസയിലെ മുക്കുമൂലയിലേക്കും വരെ ടാങ്കുകൾ ഇരച്ചു കയറി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ബോംബാക്രമണത്തിൽ നിരവധി സിവിലിയൻസ് കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇസ്രയേൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ഗാസ ഇനി ഹമാസിന്റെ കൈകളിൽ എത്താൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ കടുപ്പിച്ചാണ് ബെഞ്ചമിൻ നെതന്യാഹു നിൽക്കുന്നത്. ഇനിയും അവരുടെ കൈകളിലേക്ക് ഗാസ എത്തിയാൽ ഇസ്രയേലിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ജൂതന്മാർക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല എന്നും ജൂതർക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റുന്ന ഒരു ഭൂമിയാണ് ഞാൻ സാധ്യമാക്കി കൊടുക്കുന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.